നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച ഫോമിൽ കളിച്ച മത്സരം അവസാനം കളഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യമഗതിയിൽ ഡിമിട്രിയോസ് ഡെമൻറ്റക്കോസിൻ്റെ ഒരു തകർപ്പൻ ഗോളിലൂടെ 1-0 എന്ന നിലയിൽ ആദ്യപകുതി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച ഫോമിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യപകുതി ഒഡീഷ FCനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുവന്നില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ രണ്ടാം പകുതിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഒഡീഷ FCയുടെ വിളയാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒഡീഷ FC മികച്ച രീതിയിൽ കളിച്ച് റോയ് കൃഷ്ണയിലൂടെ 2 ഗോൾ നേടി വിജയം കരസ്ഥമാക്കുക തന്നെയായിരുന്നു. എന്തായാലും ഒഡീഷ FCയുടെ മികച്ച ഫോമിലുള്ള രീതി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒഡീഷ FC തിരിച്ച് കംബാക്ക് നടത്തിയാണ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഫോം കളിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം FC ഗോവ വിജയിച്ചതോടെ പോയിൻ്റ് ടേബിളിൽ 2ാം സ്ഥാനത്തെത്തിയ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഇന്നലെ ഒഡീഷ FC വിജയിച്ചതോടെ 3ാം സ്ഥാനത്തേക്ക് പോയിൻ്റ് ടേബിളിലേക്ക് താഴ്ന്നു വീണിരിക്കുകയാണ്. എന്തായാലും ഒഡീഷ FC 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി വരുന്ന മത്സരങ്ങളെല്ലാം വിജയം കരസ്ഥമാക്കിയെങ്കിൽ മാത്രമേ പോയിൻ്റ് ടേബിളിൽ ഉയർന്നു വരാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഇന്നലത്തെ മത്സരത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഒരു വമ്പൻ സൈനിങ് നടത്തിയിരിക്കുകയാണ്. സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും സ്പാനിഷ് താരമായ വിക്ടർ വാസ്കിസ് എന്ന് പറയുന്ന താരത്തിനെയാണ് ഈസ്റ്റ് ബംഗാൾ FC ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. മികച്ച ഫോമിൽ തന്നെയാണ് കളിച്ചിരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ FC. നമുക്കറിയാം, സൂപ്പർ കപ്പിൽ മികച്ച രീതിയിൽ കളിച്ച് ചാമ്പ്യന്മാരായതാണ് ഈസ്റ്റ് ബംഗാൾ FC. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ FC കൊൽക്കത്ത ATK മോഹൻ ബഗാനെയാണ് നേരിടാൻ പോകുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് സാധ്യതയെന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. ഈസ്റ്റ് ബംഗാൾ FCക്ക് വേണ്ടി വിക്ടർ വാസ്കിസ് എന്ന് പറയുന്ന പുതിയ മിഡ്ഫീൽഡർ ഇന്ന് കളിക്കുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം. കാര്യം കളിക്കാൻ തന്നെ സാധ്യത കൂടുതലാണ്. വീഡിയോ നിർത്തുന്നു. താങ്ക് യു.